ശോഭ ചേച്ചി ഒരഡ്വൈസ് തരുമോ ശോഭ ചേച്ചി? ഷിയാസിക്ക ഒരഡ്വൈസ് തരുമോ ഷിയാസിക്ക? നമ്മുടെ ജിസൈലിനും അനിമോൾക്കും പുറത്തെന്താണ് നടക്കുന്നത് എന്നറിയാനായിട്ട് നല്ല ത്വരയുണ്ട് ഇപ്പോൾ. എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഇന്നത്തെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വീഡിയോ എങ്ങാണ്ട് ആയതേ ഉള്ളൂ എൻ്റെ. അത് വേറൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലടേ. ബി ഹോട്ടലിൽ ഒന്നും നടക്കുന്നില്ല. എന്തിനാണ് ഷിയാസ് കരീമും നമ്മുടെ ശോഭ വിശ്വനാഥും അതിനകത്തോട്ട് പോയത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയും രണ്ടുപേരും അതിനകത്ത് ചെയ്തിട്ടില്ല. ആകെ ഷിയാസ് കരീം ചെയ്തത് അനിമോളുടെ പ്ലാച്ചി എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷിയാസ് തന്നെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോവാ. റിയാസ് വന്നു കേട്ടോ, അതേപോലെ റിയാസ് കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയാസ് പുറത്തോട്ട് പോകുമ്പോഴും അനിമോളോട് പിന്നെ ബാക്കി എല്ലാവരും അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ പറയുകയാണ് അനിമോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, അതുപോലെ തന്നെ ശോഭയ്ക്ക് ആര്യൻ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ അധികം താല്പര്യമില്ല, കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഷിയാസ് പറയുന്നത് കേട്ടു. ബിഗ് ബോസ് തന്നെ കുറെ തവണ അനൗൺസ് ചെയ്യുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയരുതെന്ന്. എനിക്ക് അറിയാൻ പാടില്ല എന്താണ് ശോഭ എന്താ ശരിക്കും ചെയ്തത്, എന്താ ശോഭ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അനിമോളുടെ ഒക്കെ ഒരു ഗെയിം ഒന്നൊന്ന് സൈഡ് മാറ്റി വിടാനുള്ള പരിപാടിയൊക്കെ അവിടെ നടക്കുന്ന കണ്ടു, ഉപദേശങ്ങളിലൂടെയൊക്കെ. അതാണോ സത്യം പറഞ്ഞ ഒരു ഗസ്റ്റ് ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇന്ന് രാവിലെ നടന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വിശദമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. വിശദമായിട്ട് തുടങ്ങാനും മാത്രം ഒന്നുമില്ല വിശദീകരിക്കാൻ, അത് വേറെ രസം. പക്ഷെ ഇന്ന് രാവിലെ നമ്മുടെ ഷിയാസ്, ഷാനവാസ്, അനിമോള്, ഇത് നല്ല രസകരമായിട്ട് ഇവരുടെ ഒരു കോൺവെർസേഷൻ നടപ്പുണ്ട്. അതായത് അനിമോൾക്ക് പൊക്കമില്ലാത്തതിന്റെ കാര്യം പറഞ്ഞ് അനിമോളെ ചെറുതായിട്ട് കളിയാക്കുന്നുണ്ട് ഷിയാസ്. അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കുതിര ചാടി. ഒന്നാമത് കുതിര ഭയങ്കര പവറിലാണ്. അപ്പൊ കുതിരയ്ക്ക് കുറച്ച് കൊമ്പൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുത്തി മറിക്കും. മനസ്സിലായില്ലേ? ഈ ഒരു ബി ഹൗസ് ഒക്കെ എടുത്ത് തിരിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ അനിമോളെ നിനക്കിതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ രസകരമായിട്ടുള്ള ഒരു കളിയാക്കൽ അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാലോ ഷിയാസ് പുറത്ത് ഒരു ഷോയിൽ അനിമോളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സോ ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടിങ് അവരുടെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കളിയാക്കുന്നുണ്ട്. അതിന്റെ പുറത്താണ് ഇന്നലെ പാവയെ എടുത്ത് എറിയുകയൊക്കെ ചെയ്തത്. ഷിയാസ് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് കരഞ്ഞു കഴിഞ്ഞിട്ടും അനിമോൾ ആ പരിപാടി അങ്ങ് നിർത്തിയത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അനിമോള് കൊമ്പ് കുലുക്കി, കുതിരയുടെ കൊമ്പല്ല കേട്ടാ, പശുവിന്റെ കൊമ്പ് കുലുക്കി അവിടെ ഇളക്കി മറിച്ചേനെ. എന്താണെങ്കിലും ഈ ഒരു കോൺവെർസേഷൻ ഇവരുടെ രാവിലെ ഇടയ്ക്ക് നടക്കുമ്പോഴത്തേക്ക് അവിടെ കനീഷേട്ടൻ വന്ന് കയറുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് പ്രത്യേകിച്ച് രാവിലെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ഗംഭീരമായിട്ട് പറയാനൊന്നും ഇല്ലായിരുന്നു. അതാണ് ഞാൻ രാവിലെ ഇത് മാത്രമായിട്ടൊന്ന് എടുത്തുകൊണ്ട് വരാഞ്ഞോ നിങ്ങളുടെ മുമ്പിലേക്ക്. പക്ഷെ ഇപ്പൊ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതും കൂടെ ഒന്ന് കുത്തിക്കയറണമെന്ന് തോന്നി. അതായത് അനീഷ് ഭയങ്കരമായിട്ട് അനുമോളെ വന്ന് ഇങ്ങനെ തോളത്തൂടെയൊക്കെ കൈയിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ അനീഷ് ഗെയിം മാറ്റി ചവിട്ടിയിട്ടുണ്ട്. അനീഷ് കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ആ മുന്നോട്ടുള്ള പോക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് സാധനങ്ങൾ ബാക്കിയുള്ളവരോട് പിടിച്ച് ഒരു പാസമൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ എന്താകും എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ചിലപ്പോൾ അത് ഗംഭീരമായിട്ടുള്ളൊരു ഗെയിമിലേക്ക് പോയേക്കാം. പക്ഷെ എന്നാലും ഇത്രയും നാളും പുള്ളി ഉണ്ടായിരുന്ന ആ ഒരു മോഡിൽ നിന്നൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ അത് എങ്ങനെയാവും നോക്കാം. എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജിസയിലും ആര്യനും അവർക്ക് രണ്ടുപേർക്കും ഒരു പേടി തട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം പുറത്ത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പറയുന്നുണ്ട്. അതായത് ഈ പുറകെ നടക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ജിസൈലിന്റെ ഒരു നിഴലായിട്ട് നിൽക്കുന്ന ആര്യനുണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ സംസാരം വരുന്നതുകൊണ്ട് തന്നെ, ഗസ്റ്റുകളുടെ വായിൽ നിന്ന് അത് വീഴുന്നതുകൊണ്ട് തന്നെ ജിസൈലിനും ആര്യനും പേടി തട്ടിയിട്ടുണ്ട്. പണി പാളിയോ എന്നുള്ളൊരു സംശയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗസ്റ്റ് നമ്മുടെ ശോഭയൊക്കെ പോകാൻ നേരത്തെ എല്ലാവരോടും ബായ് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന, ലിവിംഗ് റൂമിലിരുന്ന് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് തന്നെ നൈസായിട്ട് ശോഭ പോകും. അവിടുന്ന് എല്ലാവരോടും കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്ത് ജിസയിൽ പുറകെ ഓടിച്ചെന്നിട്ട് എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോ ശോഭ, ശോഭ പറയുന്നത് ഒന്നുമില്ല, നന്നായിട്ട് കളിക്കൂ. ശോഭയ്ക്ക് കാര്യം അറിയാം ചോദിക്കുന്നതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന്. നല്ല രീതിയിൽ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടാണ് ശോഭയൊക്കെ അവിടെ നിൽക്കുന്നത്. കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പുറത്തെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ലക്ഷ്മിയുടെ കേസ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്ഷ്മിയെ വധിച്ച് കീറി ഇന്നലെ ശോഭ. വധിച്ച് കീറി എന്ന് പറഞ്ഞാൽ വധിച്ച് കീറി. എവിടെയൊക്കെ ലക്ഷ്മിയെ കാണുന്നുണ്ടോ അവിടെയൊക്കെ വെച്ചിട്ട് പോയി കുളിച്ചിട്ട് മാറുന്നു ഈ ഒരു സാധനം. പിടികിട്ടിയില്ലേ? അതൊക്കെ കൊടുക്കാം, അതൊക്കെ പറയാം, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റ് ഒക്കെ താണ്ടി അങ്ങ് ശോഭ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിനൊക്കെ മാപ്പം പറയുന്നുണ്ട്. ഞാൻ കാരണം ആർക്കെങ്കിലും ഒക്കെ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇതൊക്കെ ഒരു ടാസ്കിന്റെ ഭാഗമാണ്. എത്രയൊക്കെ ടാസ്കിന്റെ ഭാഗമാണ് നമ്മുടെ ശോഭ അത് കാണിച്ചതെങ്കിലും അതിനകത്ത് പേഴ്സണലി ഒരു സാധനം കൂടി ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. കാരണം അത് ഈ പ്രേക്ഷകരായ നമുക്ക് എല്ലാവർക്കും
ലക്ഷ്മിയോടുള്ള ഒരു സാധനമാണ്. പക്ഷേ അതൊരു പരിധിയിൽ കൂടുതൽ എടുത്തിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കയറും. അത് കയറുന്നുമുണ്ട്, പല കമന്റ് ബോക്സുകളിൽ ഞാനതിപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ജിസയിലും ആര്യനും ഇങ്ങനെ പേടിച്ച് വരച്ചൊക്കെ നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റിയാസ് വരുന്നുണ്ട്. റിയാസ് വരുമ്പോൾ തന്നെ നൂറ ആദില അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ലക്ഷ്മിയുടെ മുഖത്തും ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ അതൊരു വലിയ സന്തോഷമായിട്ടൊന്നും മാറത്തില്ല. കാരണം കയറി വന്ന ഉടനെ റിയാസും ലക്ഷ്മിയെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. എന്നോട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുമോ, ഞാൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഴികയുണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിക്ക് കിട്ടിയ ക്യാരക്ടർ, അതെന്തൊക്കെയാണെങ്കിലും ഞാൻ പറയും, ലക്ഷ്മിക്ക് കിട്ടിയ ക്യാരക്ടർ പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ലക്ഷ്മി കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വളരെ കുറച്ച് ആളുകൾക്ക് അവിടെ പറ്റുന്നുള്ളൂ. അനുമോൾ അത് ടേക്ക് കെയർ ചെയ്ത് പോകുന്നുണ്ട്. ഉണിയിലൊക്കെ ആണെങ്കിലും ബിന്നി അട്ടർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടർ വേസ്റ്റ് ആണ് ബിന്നി. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റിയാസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള രണ്ടുപേർക്ക് പുറത്തേക്ക് പോകണമല്ലോ. അപ്പൊ അവർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് ടിപ്സ് കൊടുക്കാം. അപ്പൊ അങ്ങനെ ടിപ്സ് കൊടുക്കുന്ന ഗോൾഡ് കോയിൻ ആണ് കൊടുക്കുന്നത്. അപ്പം അത് കൊടുക്കാനായിട്ട് അവിടെ നിന്ന് അവർക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മുടെ ഒണിയലിന് കൊടുക്കുന്നുണ്ട് കിച്ചൺ ടീമിൽ നിന്ന്. കാരണം നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തു. സോ ഒണിയലിന് കൊടുക്കുമ്പോഴത്തേക്ക് അവർ കൊടുക്കുന്ന സമയത്ത് പോലും അവർ സംസാരിക്കുന്നുണ്ട്. ഷിയാസും അതുപോലെ തന്നെ നമ്മുടെ ശോഭയും കൂടെ. ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്താൽ ബാക്കി രണ്ടുപേർക്കും പ്രശ്നമാവുമോ? പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒണിയലിന് കൊടുക്കുന്നുണ്ട്. ഒണിയലിന് കൊടുത്തു കഴിയുമ്പോൾ ജിഷിന് അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബിന്നിക്ക് അത് അങ്ങോട്ട് പൊളിഞ്ഞു. ഞാനാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്, പിന്നെ എനിക്കെന്താണ് ഇവിടെ വലിയ വിലയില്ലാത്തത് എന്നൊരു സാധനം പറഞ്ഞ് ബിന്നി ചാടി വീഴുന്നുണ്ട്. എന്നിട്ട് ബിന്നി പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ആം ഹെഡ് ഷെഫ്, ഐ ആം നോട്ട് സപ്പോസ് ടു ഡു കുക്ക്, ഐ ആം നോട്ട് ഏബിൾ ടു കുക്ക് എന്നുള്ളൊരു സാധനമാണ് പറയുന്നത്. അതായത് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ട് ബിന്നി കുക്ക് ചെയ്യേണ്ട, ഹെഡ് ഷെഫ് കുക്ക് ചെയ്യേണ്ട, മറ്റുള്ളവരെ കൊണ്ട് പണി എടുപ്പിച്ചാൽ മതിയെന്ന്. പക്ഷെ അവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ അനുമോള് മാനേജറാണ്. ഞാൻ ഇന്നലെ കണ്ടു അനുമോള് പോയി പാത്രം കഴുകി വെക്കുന്നുണ്ട്, ലക്ഷ്മി പോയി പാത്രം കഴുകി വെക്കുന്നുണ്ട്. അവരുടെ ജോലി അതല്ല, എന്നിട്ട് പോലും അവരത് ചെയ്യുന്നുണ്ട്. ബിന്നിക്ക് ആ ഒരു കോമൺ സെൻസ് ഇല്ല. അതായത് കൂടുതൽ പണികൾ പറയുന്നത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. പണിയുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ കൂടെ പണിയെടുത്താൽ അത് ബാക്കിയുള്ളവർ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഗസ്റ്റുകൾ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ്, ഒരു ഇഷ്ടം എന്ന് പറയുന്നില്ല, ഒരു ഇഷ്ടം തോന്നത്തേ ഉള്ളൂ. പക്ഷെ അതൊന്നും ബിന്നി ചെയ്യുന്നില്ല. ടാസ്കിൽ പറഞ്ഞത് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ബിന്നിയാണ്. ആ ബിന്നിക്ക് ഒരു കാരണവശാലും സ്റ്റാറും കിട്ടാൻ അർഹതയില്ല, കോയിനും കിട്ടാൻ അർഹതയില്ല. എന്താണെങ്കിലും ഇതിന്റെ പേരും പറഞ്ഞ് ഇന്നലെ ബിന്നി കടന്നോട്ട് ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട്, ഇന്നും ടിപ്സ് കൊടുത്ത സമയത്തും ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട്. പിന്നെ ആരും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ജിസൈലിന് കൊടുക്കുന്നുണ്ട് ഒരു കോയിനൊക്കെ. പോട്ടെ, കൊടുക്കട്ടെ. ജിസൈല് ഇന്ന് പിന്നെ കുറച്ചും കൂടെ ഒരു ആക്റ്റീവ് ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ആര്യന്റെ കേസ് വരുമ്പോൾ മാത്രം ജിസൈല് ആര്യനെ സപ്പോർട്ടാണ്. എന്ത് തെമ്മാടിത്തരം ആര്യന്റെ ഭാഗത്തുനിന്ന്. അവനൊരു പണിയെടുത്തില്ലെങ്കിലും അവന് കോയിൻ കൊടുക്കണമെന്നൊക്കെയാണ് ജിസൈല് പറയുന്നത്. അതിന്റെ അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നതും സ്റ്റാർസ് കൊടുക്കുന്നതും കോയിൻസ് കൊടുക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, സീരിയസ്ലി. അപ്പോൾ എന്താണെങ്കിലും ജിസൈലിനും കോയിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കോയിനും കൂടെ ഉണ്ട്. അത് ആർക്ക് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ ശോഭയ്ക്കും ഷാനവാസിനും ഉണ്ടായിരുന്നു. ഷാനവാസിനല്ല, ഷിയാസിനും ഉണ്ടായിരുന്നു. അപ്പൊ ശോഭ ആര്യന്റെ പേരൊക്കെ പറയുമ്പോൾ തന്നെ ഷിയാസ് പറയുന്നുണ്ട് നടക്കത്തില്ല, ആര്യന് ഞാൻ കൊടുക്കത്തില്ല, ശോഭ വേണമെങ്കിൽ കൊടുത്തു. അപ്പൊ ശോഭ പറയുന്നു എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫേവറിറ്റിസം എന്ന് പറയും. ഉറപ്പായിട്ട് ഫേവറിറ്റിസം എന്ന് പറയും. ശോഭ ആ പേര് അവന്റെ പറഞ്ഞത് പോലും അതൊരു ഫേവറിറ്റിസം ആണ്. കാരണം അവൻ ഒരു തേങ്ങ അവിടെ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല, ഒന്നും ചെയ്തില്ല. ഇന്നലെ അനീഷിനെയും ഷാനവാസിനെയും സഹായിക്കണം ഇടയ്ക്ക് പാത്രം കഴുകാൻ എന്ന് പറഞ്ഞു. അവൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവൻ അതിന്റെ പരിസരത്തൂടെ പോയി ഒരു പാത്രം എടുത്തൊന്ന് തേച്ചുടയ്ക്കും, അവന്റെ പാട് നോക്കി പോകും. അതാണ് ആര്യൻ. അങ്ങനെയുള്ള അവന് എന്തിന്റെ കാരണവശാൽ അവനെ ജസ്റ്റ് ഒന്ന് അവന് കോയിൻ കൊടുക്കാമെന്ന് പോലും ഇവർ ചിന്തിച്ചു എന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ശോഭ. എന്താണെങ്കിലും അവന് കൊടുക്കുന്നില്ല. പക്ഷെ അവന് കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ചെറിയ ചർച്ച ഓടാകുമ്പോഴത്തേക്ക് ജിസൈല് അപ്പൊ അനീഷൊക്കെ ചാടി വീണു. ആര്യന് കൊടുക്കേണ്ട കാര്യമില്ല, ആര്യൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ആര്യൻ പറയുന്നു, ഷാനവാസിനോട് ചോദിക്കുന്നു, ഷാനവാസ് കണ്ടതാണ്. ഷാനവാസ് എണീറ്റ് നിന്നിട്ട് പറയും അപ്പം വന്ന് ജസ്റ്റ് ഒരു പാത്രം കഴുകി, പക്ഷെ കംപ്ലീറ്റ് ഒന്നും ആക്കിയില്ല, അവന്റെ പാട്ടിന് പോയി. ഇതെല്ലാവരും അവിടെ പറയുന്നുണ്ട്. പക്ഷെ ആര്യനതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല. അവന് കിട്ടിയേ പറ്റത്തുള്ളൂ, അവനെല്ലാം അവന്റെ കയ്യിലോട്ടങ്ങ് കിട്ടണം. പക്ഷെ അവനെല്ലാരെയും മറ്റേ പുറ്റും ഇതാണ് ആര്യൻ. മനസ്സിലായില്ലേ? അതെന്തോ അത് കാണുമ്പോൾ ജനങ്ങൾക്ക് ചിലപ്പോൾ അത് അവന്റെ ഗെയിം ആയിരിക്കാം, ഞാൻ വീണ്ടും പറയുന്നു അവന്റെ ഗെയിം ആയിരിക്കാം. പക്ഷെ അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പരിപാടി ഗെയിമറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആര്യൻ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ആര്യന് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ചുറി കണ്ടന്റ് ആണെങ്കിലും അവൻ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ എന്താണെങ്കിലും ആര്യന് കൊടുക്കുന്നില്ല. ആര്യന് പകരം നമ്മുടെ സാബുമോനാണ് മൂന്നാമത്തെ കോയിൻ കൊടുക്കുന്നത്. കാരണം പുറത്ത് വെയിലൊക്കെ കൊണ്ട് നിൽക്കുകയാണ്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവർ കൊടുത്തത്. പക്ഷെ ആര്യന് കൊടുക്കാത്തതിന്റെ റീസൺ അത് ബാക്കി എല്ലാവരും അനീഷൊക്കെ പറയുമ്പോഴും ജിസൈലാണ് ചാടി വീഴുന്നത്. എന്തുകൊണ്ട് അവന് കൊടുക്കുന്നില്ല, അവൻ പാത്രം കഴുകി വെച്ചു, അവൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ജിസൈൽ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല ഇവരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. ഇവര് എന്ത് തെമ്മാടിത്തരം രണ്ടുപേര് കാണിച്ചാലും മറ്റൊരാൾക്ക് സപ്പോർട്ടാണ്.
ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ്. പക്ഷെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗെയിം കളിക്കാൻ വന്നതാണെന്ന് ഇവർ രണ്ടുപേരും മറന്നു പോകുന്നുണ്ട് ഇടയ്ക്ക്. എന്താണെങ്കിലും രണ്ടുപേർക്കും കൂടെ കപ്പ് കിട്ടത്തില്ല, അറിയാലോ നമുക്ക്. അത് അവരും ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു രണ്ടുപേർക്കും ഇനി പോകാം, ഇനി അടുത്ത ഗസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ഗസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം റിയാസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ആ ശോഭയെ വിളിച്ചുകൊണ്ടത് പെട്ടെന്ന് പോകും. കാരണം ശോഭ അവിടുന്ന് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം ഒരുങ്ങാൻ പോകുമ്പോഴാണ് നമ്മുടെ ജിസയിൽ പുറകെ പോയിട്ട് ചോദിക്കുന്നത് അഡ്വൈസ് എന്തെങ്കിലും. അതിന് തൊട്ട് മുമ്പ് ഷിയാസ് എല്ലാവരോടും ബൈ പറയുമ്പോഴത്തേക്ക് അഡ്വൈസ് എന്തെങ്കിലും ഉടനെ ഷിയാസ് പറയുന്നുണ്ട്, എന്ത് അഡ്വൈസ്, ഒന്നുമില്ല, നീ നന്നായിട്ട് ഗെയിം കളിക്ക് എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. നമ്മുടെ ശോഭയാണെങ്കിലും അത് തന്നെയാണ് പറയുന്നത്, നന്നായിട്ട് ഗെയിം കളിക്കൂ എന്ന് പറഞ്ഞിട്ട് ശോഭയെ പോകുന്നുണ്ട്, റെഡിയാവാൻ ശോഭ കുറച്ച് സമയം എടുക്കും. അപ്പം റിയാസ് പറയുന്നുണ്ട്, ഇറക്കി വീട് അവരെ പെട്ടെന്ന്, ഞാനൊന്ന് വീട് മൊത്തവും കാണട്ടെ, ഹോട്ടൽ മൊത്തവും കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ നമ്മൾ പോകുന്നത്. കാരണം ഇന്നലെ ആ രണ്ടുപേരുണ്ടായിട്ട് പ്രത്യേകിച്ച് രസകരമായിട്ടൊന്നും എനിക്കങ്ങനെ വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രണ്ടാമത്തെ വീഡിയോ, കാരണം പ്രത്യേകിച്ച് ഒന്നും അവരവിടെ ഇരുന്നുകൊണ്ട് ശോഭയ്ക്കാണെങ്കിൽ തലവേദന, എനിക്ക് ബിഗ് ബോസ് ഗുളിക തരുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ എനിക്കറിയത്തില്ല. എന്താണെങ്കിലും വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും അവർ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടില്ല. റിയാസ് എങ്കിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കി അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ ഹൈ വീഡിയോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവിടെയും ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കുക.